മകളെ, ജെറുസലം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി മാതാവിൻ്റെ കോടിയർച്ചനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ അനേകായിരങ്ങൾ കൈകോർക്കുന്നത് സ്വർഗത്തിന് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കർത്താവിൻ്റെ അമ്മ എത്രയോ ഉദാരമായിട്ടാണ് നമ്മോട് പെരുമാറുന്നത്. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ, വചനത്തിൻ്റെ മുമ്പിൽ കാത്തു നിൽക്കുന്ന നമ്മുടെ ഓരോ ഹൃദയങ്ങളിലേക്കും കുടുംബത്തിലേക്കും മാതാവ് കടന്നു വന്ന് ഒരു പ്രത്യേകമായ സന്ദേശം ഇന്ന് തരുന്നുണ്ട്. എന്താണെന്നല്ലേ? ഇതാ വചനത്തിലൂടെ പറയുന്നു. സുഭാഷിതം 11:25. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും, ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും. പ്രിയപ്പെട്ടവരെ, മാതാവ് തിരസ്കരിച്ച 9ാമത്തെ മേഖലയാണ് ലുപ്ത്, പിശുക്ക്. മാതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് സ്നേഹത്തിൻ്റെ സമൃദ്ധി, സമ്പത്തിൻ്റെ സമൃദ്ധി, സന്താനത്തിൻ്റെ സമൃദ്ധി നൽകുന്നത് ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ അമ്മ സമൃദ്ധിയുടെ അമ്മയാണ്. അമ്മയോട് ചോദിച്ചവരാരെയും വെറും കൈയോടെ പറഞ്ഞു വിട്ടിട്ടില്ല. അമ്മയുടെ മുമ്പിൽ ജീവിതഭാരവുമായി വന്നു നിന്നാൽ അത് എടുത്തു മാറ്റി ആത്മസന്തോഷം നിറച്ചു തരും. അമ്മയുടെ മുമ്പിൽ ദാമ്പത്തിക തകർച്ചയുമായി വന്ന് പൊട്ടിക്കരഞ്ഞാൽ തകർച്ചകളെല്ലാം എടുത്തു മാറ്റി ഉയർച്ചകളാക്കി സന്താനഭാഗ്യം നൽകി അനുഗ്രഹിക്കും. ഒരു നല്ല ശിഷ്യനാകാൻ ആഗ്രഹിച്ച് വേദനയോടെ അമ്മയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ യേശുവിനെ ഏറ്റവും അടുത്ത് അനുഗമിക്കുന്ന ഏറ്റവും നല്ല സ്നേഹ ശിഷ്യനാക്കിയിട്ട് മാതാവ് മാറ്റും. കുറവുകളുമായി അമ്മയുടെ മുമ്പിൽ വന്ന് നിന്നാൽ കുറവുകളെല്ലാം തികവുകളാക്കി അമ്മ മാറ്റിത്തരും. വേളാങ്കണ്ണിയിലും ലൂർദിലും ഫാത്തിമയിലും ജെറൂസലമിലും മെഡ്ജിഗോറയിലും അവിടെയെല്ലാം സമൃദ്ധിയുടെ അമ്മയാണ് നാം കണ്ടുമുട്ടുന്നത്. മറ്റുള്ളവരെ സഹായിക്കുവാനോ സ്നേഹിക്കുവാനോ വളർത്തുവാനോ ഒരു ലുപ്തും കാണിക്കാത്തവളാണ് പരിശുദ്ധ അമ്മ. അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം കൊണ്ട് രോഗങ്ങൾ, രോഗപീഠകളെല്ലാം വിട്ടുപോകട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ട്യൂമർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ഡയാലിസിസ് രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, തൈറോയിഡിന് ഓപ്പറേഷൻ കഴിഞ്ഞവർ ഈ സമയം തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധ അമ്മ ലുപ്ത് കാണിക്കുന്നവളല്ല, സമൃദ്ധിയോടെ ചോദിക്കുന്ന എല്ലാം നൽകുന്നവരാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ പരിശുദ്ധ അമ്മ ഈശോയോടൊപ്പം വന്ന് നിനക്ക് വേണ്ടി ഞാൻ എന്തുകൂടി ചെയ്തു തരണമെന്ന് ചോദിക്കുന്ന അമ്മയുടെ സ്വരം എൻ്റെ കർണപുടങ്ങളിൽ കേൾക്കുന്നു. ഇന്നത്തെ സന്ദേശം അനേക മക്കൾക്ക് എത്തിക്കുവാൻ ഞാൻ നിങ്ങളെ നിയുക്തരാക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.